ഹായ് ഫ്രണ്ട്സ്, വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥ് നോവുന്ന ഓർമ്മയായിട്ട് ഇന്ന് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ എന്ന മൂവ്മെന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ കേസിലെ 12ഓളം പ്രതികളെ കോളേജിൽ സസ്പെൻഡ് ചെയ്തു, കേസ് നടക്കുന്നു, അതുകൊണ്ടും കാര്യമില്ല. കാരണം സിദ്ധാർത്ഥന്റെ മരണം യഥാർത്ഥമായി സംഭവിച്ചത് റാഗിങ് മൂലമാണെന്നോ ഈ പ്രതികൾ മൂലമാണോ എന്നോ തെളിയിക്കാൻ വേണ്ടത്ര തെളിവുകളില്ല. പ്രഥമ ദൃഷ്ട്യാ ഇതൊരു ആത്മഹത്യയാണ്, യഥാർത്ഥത്തിൽ റാഗിങ് മൂലമാണ് സംഭവിച്ചത്. ഒരു ദിവസമല്ല, 3 ദിവസം അടുപ്പിച്ച് റാഗ് ചെയ്തിരുന്നു. കോളേജ് അധികൃതർക്ക് അക്കാര്യത്തിൽ മൗനമാണ്. എന്തുകൊണ്ട് അവർ അറിഞ്ഞില്ല? അറിഞ്ഞെങ്കിലും എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? ഇവയെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ കുറ്റവാളികളായി മാറുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് എടുത്താൽ ഇവരൊക്കെ നല്ല കുട്ടികളാണ്, സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന സാധാരണ കുട്ടികൾ. ജന്മനാ കുറ്റവാസന ഉള്ളവരോ ക്രിമിനലുകളോ അല്ല, വെറും സാധാരണ പാവം കുട്ടികളാണ്. പക്ഷേ തങ്ങൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ, കൂടെ നിൽക്കാൻ ഒരു വലിയ പ്രസ്ഥാനം, മഹാപ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം കൂടെ ഉണ്ട് എന്നുള്ള ആ മിഥ്യാധാരണയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥമായ പ്രശ്നം. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതേ ഇതിനൊരു പരിഹാരമുള്ളൂ. കലാലയത്തിലെ അമിതമായ രാഷ്ട്രീയവും രാഷ്ട്രീയ സ്വാധീനവുമാണ് ഇവരെ ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത്. പിന്നെ അവർക്ക് ലഭ്യമായിട്ടുള്ള മദ്യവും മയക്കുമരുന്നും ഒക്കെ കാരണമാണ്. പക്ഷെ അതിനും അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒത്തുചേരലുകളും രാഷ്ട്രീയ പിൻബലവും ഒക്കെയാണ്. സാധാരണ വീട്ടില് സാധാരണ കുട്ടി ഒരിക്കലും ഇത്തരം കൃത്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഏതാനും ചിലരെ കുറ്റവാളികളാക്കിയത് കൊണ്ട് മാത്രം സിദ്ധാർത്ഥന്റെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? കേസ് മുമ്പോട്ട് പോകും, ഇവർക്ക് ജാമ്യം കിട്ടും, ഇവർ പുറത്തു വരും, ഏതാനും വർഷം കഴിയും വിധി ഉണ്ടാവും. പക്ഷേ കുറ്റകൃത്യം കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു. അതുകൊണ്ട് പ്രതികളൊക്കെ പുറത്തു വരും, കാര്യമായ ശിക്ഷ ലഭിക്കാതെ. പേരിന് എന്തെങ്കിലും ശിക്ഷ ലഭിച്ചാലായി, ഇല്ലെങ്കിലായി. അപ്പോൾ കോടതി പറയുന്നത് അവർ വിദ്യാർത്ഥികളാണ്, അവരുടെ ഭാവി നോക്കണം, അതെല്ലാം കൂടി പരിഗണിച്ചിട്ട് എന്തെങ്കിലും നാമമാത്രമായ ഒരു ശിക്ഷ നൽകപ്പെടും, അവരെല്ലാം പുറത്തു വരും. ആർക്ക് നഷ്ടം? സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും. അവർ സഹിക്കേണ്ടി വരുന്നു. പ്രതികളായ കുറ്റവാളികളെ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ച ആ രാഷ്ട്രീയക്കാർക്കോ നേതാക്കന്മാർക്കോ ഒന്നും സംഭവിക്കുകയില്ല. ചരിത്രം തുടരുന്നു, ഇതിങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.